പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മെയ് 4-ാം തീയതിയാണ് ഫലം വരിക, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരിക. 29 ആയപ്പോഴേക്കും പശ്ചിമബംഗാളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ എക്സിറ്റ് പോളുകൾ അവരുടെ ഫലപ്രഖ്യാപനം 29-ന് തന്നെ നടത്തുകയുണ്ടായി. നമുക്കറിയാം, എല്ലാ തെരഞ്ഞെടുപ്പിനും തൊട്ട് മുമ്പ് എക്സിറ്റ് പോളുകൾ ഉണ്ടാവാറുണ്ട്. എക്സിറ്റ് പോളുകൾ ശരിയായ അനുഭവങ്ങളുണ്ട്, തെറ്റായ അനുഭവങ്ങളുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും അനുഭവങ്ങളും എക്സിറ്റ് പോളുകൾ ശരിയായതാണ്. എന്നാൽ തെറ്റായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2004-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അഖിലേന്ത്യാ തലത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളും BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരും എന്ന് പ്രവചിച്ചത് തെറ്റാവുകയും അന്ന് UPA സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. അതാണ് അഖിലേന്ത്യാ തലത്തിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയ ഒരു അനുഭവം. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ശരിയായ ഒരു അനുഭവമാണ് നമുക്കുള്ളത്. ഇപ്പോൾ 2021-ൽ ഇതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു. ആ എക്സിറ്റ് പോളുകൾ ഒന്നൊഴിയാതെ LDFൻ്റെ വമ്പൻ വിജയമാണ് അവർ പ്രവചിച്ചത്. ഏതാണ്ട് അതുപോലെ തന്നെ 2021-ൽ നടക്കുകയുണ്ടായി. 2024-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എക്സിറ്റ് പോളുകൾ ഏതാണ്ട് പരിപൂർണമായി ശരിയായ ഒരു അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ 2026-ൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും ശരിയാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 10 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഏപ്രിൽ 29-ാം തീയതി പുറത്തു വന്നത്. ആക്സിസ് മൈ ഇന്ത്യ, JVC, മാട്രിക്സ്, പീപ്പിൾസ് പൾസ്, PMark, പീപ്പിൾസ് ഇൻസൈറ്റ്, CNN 8 കേട്ടോ, 8, CNN News 18, പോൾ ഓഫ് പോൾസ്, NDTV, അങ്ങനെ 8 എക്സിറ്റ് പോൾ ഏജൻസികളാണ് എക്സിറ്റ് പോളുകൾ നടത്തിയത്. അതിൽ ആക്സിസ് മൈ ഇന്ത്യ 78 മുതൽ 90 വരെ സീറ്റ്, ആ 8-ൽ 8 UDF തന്നെയാണ്. അതിൽ ആക്സിസ് മൈ ഇന്ത്യയാണ് UDFന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 78 മുതൽ 90 വരെയാണ്. JVC 72 മുതൽ 84 വരെ, മാട്രിക്സ് 70 മുതൽ 75 വരെ, പീപ്പിൾസ് പ്ലസ് 75 മുതൽ 80 വരെ, PMark 71 മുതൽ 79 വരെ, പീപ്പിൾസ് ഇൻസൈറ്റ് 66 മുതൽ 76 വരെ, CNN ന്യൂസ് 70 മുതൽ 80 വരെ, പോൾ ഓഫ് പോൾസ് NDTV 75 വരെ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? UDF ജയിക്കാൻ പോകുന്നു എന്നാണ്, അതിൻ്റെ ഒരു ദിശയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDFന് പറഞ്ഞിട്ടുള്ളത് ആക്സിസ് മൈ ഇന്ത്യയാണ്. ഏറ്റവും കുറഞ്ഞ സീറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പോൾ ഓഫ് പോൾസ് NDTV ആണ്. അവർ 75 സീറ്റ്, ആക്സിസ് മൈ ഇന്ത്യ 90 സീറ്റ്. അതിനിടയിലുള്ള സീറ്റുകളാണ് മറ്റ് ഏജൻസികളൊക്കെ പ്രഖ്യാപിച്ചത്. സുഹൃത്തുക്കളെ, ഇതിൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDF ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത് എന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ദിശ. ഈ തെരഞ്ഞെടുപ്പ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ദിശ അതാണ്. UDF ആണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത്. സ്വാഭാവികമായി വിജയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് നമുക്കൊരു നിരീക്ഷണം നടത്തേണ്ടി വരും. അതിലെ 90 സീറ്റ് വരെ പറഞ്ഞതുണ്ട്, 84 സീറ്റ് വരെ പറഞ്ഞവരുണ്ട്, 75 സീറ്റ് വരെ പറഞ്ഞവരുണ്ട്, 76 സീറ്റ്, 75 സീറ്റ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ മാക്സിമം കിട്ടുന്ന ഏറ്റവും കൂടുതൽ സീറ്റുകൾ പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യയാണ്. ഏറ്റവും കുറഞ്ഞ സീറ്റ് പറയുന്നത് പോൾ ഓഫ് പോൾസ് NDTV, അവർ 75 സീറ്റ്, മാട്രിക്സ് 75 സീറ്റ്. അപ്പോൾ ഏതാണ്ട് ഒരു 75-നും 90-നും ഇടയ്ക്ക് സീറ്റുകളാണ് ഈ ഏജൻസികളെല്ലാം തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. 71 ഭൂരിപക്ഷത്തിന് വേണ്ടത്, 75 മുതൽ 90 വരെ. സുഹൃത്തുക്കളെ, ആ വിഷയത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു നിരീക്ഷണം നടത്താനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിലും
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിശകലനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് പ്രായോഗികമായി തോന്നുന്നത് UDF ഒരു എനിവെയർ ബിറ്റ്വീൻ ഒരു 90-നും 95-നും ഇടയ്ക്ക് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഞാനിതിനു മുമ്പ് 2-3 ആഴ്ച മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ 100-ലധികം സീറ്റുകൾ എന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ എനിക്കിപ്പോൾ ന്യായമെന്ന് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഒരു 90-നും 95-നും ഇടയ്ക്ക് സീറ്റുകൾ കിട്ടാൻ ഇടയുണ്ട് എന്നാണ്. അത്രയും സീറ്റ് ഒരു എക്സിറ്റ് പോൾ ഏജൻസികളും പ്രവചിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ 90-95 സീറ്റ് എന്ന് ഞാൻ പറയും. 95 സീറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ 95+ എന്നും കൂടി ഞാൻ പറയും. കാരണം 95-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ പോകുന്നത് എന്നാണ് ഇനി ഞാൻ വിശദീകരിക്കുക. ഞാൻ അങ്ങനെ അത്രയും സീറ്റുകൾ കിട്ടുമെന്ന് പറയാൻ പ്രധാനമായും 2 കാരണങ്ങളാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ നിരത്താനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ മതവിഭാഗങ്ങളുടെ വോട്ടിംഗ് പാറ്റേണാണ്. കേരളത്തിൽ നടന്ന മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഒരുപക്ഷെ 87-ലെ തെരഞ്ഞെടുപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ ആ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ കേരളത്തിലെ മതസമൂഹങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ നിർണായകമായി സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാലോ, കേരളത്തിൽ 3 മതവിഭാഗങ്ങളാണ് പ്രധാനമായുള്ളത്. ഒന്ന് ഭൂരിപക്ഷ ഹിന്ദു മതവിഭാഗം, അതൊരു 40-45%-അധികമുണ്ട്. ആ പുതിയ സെൻസനുസരിച്ച് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ടെന്നാണ്. പിന്നെയുള്ളത് ഏതാണ്ട് ഒരു 30%-ഓളം വരുന്ന മുസ്ലിം ജനവിഭാഗം, അവരും കുറച്ച് കൂടുതൽ ഈ അവസാനത്തെ സെൻസസിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കേൾക്കും. പിന്നെയുള്ളത് ക്രിസ്ത്യൻ ജനവിഭാഗം, അത് ഏതാണ്ട് ഒരു 10-15% മുകളിൽ ഉള്ള ജനവിഭാഗം. ഇവർ 3 പേരുമാണ് കേരളത്തിലെ പ്രബലമായ മതവിഭാഗം: ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. സുഹൃത്തുക്കളെ, ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കിയാലും ആ തെരഞ്ഞെടുപ്പുകളിൽ ഈ മതവിഭാഗങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ആ തെരഞ്ഞെടുപ്പുകളിലെ ജയപരാജയങ്ങളെ നിർണയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മതവിഭാഗങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ ഒരു അമെൻമെൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ, അതിന് 40-45% വരുന്ന ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ടിൽ ബഹുഭൂരിപക്ഷവും ഈഴവരാണ്. അവർ CPM-ന് പിന്നിലാണ് അണിനിരക്കുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദു വോട്ട് ബാങ്കിനെ നമുക്ക് വേണമെങ്കിൽ CPM വോട്ട് ബാങ്ക് എന്നുള്ള നിലയിലും വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും ഈ മതവിഭാഗങ്ങളുടെ വോട്ട് നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തും എന്ന് നമുക്കറിയാം. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF എന്ന് പറയുന്ന ഒരു പാർട്ടി പോലും അല്ല നമുക്കറിയാം. ശരിക്കും മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വോട്ടിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കൊഗ്ലോമറേഷനാണ് UDF എന്ന് നമുക്കറിയാം. UDF എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നുകൊണ്ടോ അപ്പോഴൊക്കെ തന്നെ ഈ മുസ്ലിം ജനവിഭാഗം പൂർണ്ണമായും, ക്രിസ്ത്യൻ ജനവിഭാഗം പൂർണ്ണമായും, പിന്നെ ഹിന്ദുക്കളിലൊക്കെ ഉള്ള നായന്മാരുടെ ചെറിയ വിഭാഗം കൂടെ ചേർന്നിട്ടാണ് അവർ അധികാരത്തിൽ വരാറുള്ളത് എന്ന് നമുക്കറിയാം. ആ വിഭാഗങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോഴാണ് LDF അധികാരത്തിൽ വരുന്നത് എന്നും നമുക്കറിയാം. സുഹൃത്തുക്കളെ, നമ്മൾ തൊട്ടു മുമ്പത്തെ 2021-ലെ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കൂ. ആ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? CPM-ൻ്റെ ഹിന്ദു വോട്ട് ബാങ്ക് ഇൻടാക്റ്റായിട്ട് അവർ സൂക്ഷിച്ചു. ഏതാണ്ട് 35-40% വരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് ഇൻടാക്റ്റായിട്ട് അവർ നിലനിർത്തി. 30% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൽ ഒരു 10-15%-ഓളം വോട്ട് കഴിഞ്ഞ തവണ 2021-ൽ LDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ വലിയ ഷിഫ്റ്റ് LDF-ലേക്ക് ഉണ്ടായി. കാരണം മണി ഗ്രൂപ്പ് 2021-ലെ തെരഞ്ഞെടുപ്പിൽ ആയപ്പോഴത്തേക്ക് LDF-ലേക്ക് പോയി. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ വിജയം, 99 സീറ്റിൻ്റെ വിജയം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരവരുടെ ഹിന്ദു വോട്ട് ബാങ്ക്, അവരുടെ വോട്ട് ബാങ്ക് ഏതാണ്ട് 35-40% ഇൻടാക്റ്റ് ആക്കി നിർത്തി. മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഒരു 10-15%-ഓളം അവർക്ക് കിട്ടി. ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ നിന്നും ഒരു 10-15%-ഓളം അവർക്ക് കിട്ടി. നായന്മാരുടെ വോട്ടാകട്ടെ UDF-ലും BJP-യിലുമായി സ്പ്ലിറ്റ് ചെയ്തു പോയി. ഇങ്ങനെയാണ് LDF 99 സീറ്റിൻ്റെ വമ്പൻ വിജയം 2021-ൽ കരസ്ഥമാക്കിയത്. എന്നാൽ 2026-ൽ അത് സംഭവിക്കാൻ പോകുന്നില്ല. ഇനി 2026-ൽ ഒരു 95+ UDF-ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ നിരീക്ഷിക്കാനുള്ള കാരണത്തിലേക്കാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത്,
30% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടിൽ ഒരു വോട്ട് പോലും ഇത്തവണ LDF ലഭിക്കാൻ പോകുന്നില്ല. അത് പൂർണ്ണമായും UDF തന്നെ വരും. കഴിഞ്ഞ തവണ 15% LDF പോയെങ്കിൽ ഇത്തവണ 100% അത് UDF പെട്ടിയിൽ വരും. 15% വരുന്ന ക്രിസ്ത്യാനികളുടെ വോട്ടുകളുണ്ട്. അതിലൊരു 90-95% UDF ഇത്തവണ പോകാനാണ് സാധ്യത. കാരണം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളത് കണ്ടതാണ്. അതോടൊപ്പം തന്നെ CPM ഈ ഹിന്ദു മതേതര വോട്ട് ബാങ്ക് ഉണ്ടല്ലോ 35-40%, അതിലൊരു 5 മുതൽ 10% വരെ വിള്ളലുണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം CPM വോട്ട് ബാങ്ക് ഇത്രത്തോളം ശൈഥില്യം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തെങ്ങും ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം പയ്യന്നൂരിൽ CPM-നകത്ത് നിന്നൊരു വിമതൻ മത്സരിക്കുന്നു, തളിപ്പറമ്പിൽ CPM-ൽ നിന്നൊരു വിമതൻ മത്സരിക്കുന്നു, ആലപ്പുഴയിൽ CPM-ൽ നിന്നൊരു വിമതൻ മത്സരിക്കുന്നു, പാലക്കാട് CPM-ൽ നിന്നൊരു വിമതൻ മത്സരിക്കുന്നു, CPM-ന്റെ ഐഷ പോറ്റി എന്ന് പറഞ്ഞ MLA കോൺഗ്രസിലേക്ക് പോകുന്നു, PS അച്യുതാനന്ദൻ്റെ PA ഒരാൾ കോൺഗ്രസിൽ മത്സരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ CPM-ന്റെ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളൽ ഇത്തവണ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം മുസ്ലിം ജനവിഭാഗത്തിന് 30% വരുന്ന വോട്ട്, ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ 15% വരുന്ന വോട്ട്, അത് തന്നെ 45%. പിന്നെ ഈ നായന്മാരുടെ വോട്ടും എൻ ബ്ലോക്കായിട്ട് UDF പോകാനാണ് സാധ്യത. കാരണം UDF നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് നായർ സമുദായമായിട്ടുള്ള രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് അത് 12% അത് UDF പോകാനാണ് സാധ്യത. BJP പോയിരുന്നില്ല, തിരിച്ചു വരാനാണ് സാധ്യത. അപ്പോൾ 30 - 45, 45 - 10 55. CPM-നകത്തൊരു 5% വിള്ളലുണ്ടായാൽ പോലും ഒരു 55+ വോട്ട് UDF വരാനുള്ള സാധ്യതയാണ് ഇത്തവണ കാണുന്നത്. അപ്പം മതവിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള UDF അനുകൂലമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഏകീകരണം, അതോടൊപ്പം തന്നെ സർക്കാർ വിരുദ്ധത, ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം, ശബരിമല കൊള്ള, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 50%-ൽ കൂടുതൽ വോട്ട് ഇത്തവണ UDF കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ 50%-ൽ കൂടുതൽ വോട്ട് UDF കിട്ടിയാൽ വലിയൊരു തരംഗമായിരിക്കും ആഞ്ഞടിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 95+ എന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF കുതിച്ച് കയറാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അതിൻ്റെ ഒരു ദിശയാണ് 8-ൽ 8 പോളുകളും ഈ എക്സിറ്റ് പോളുകളും UDF അനുകൂലമായി പറഞ്ഞിരിക്കുന്നത്. UDF അനുകൂലമായി ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആക്സിസ് മൈ ഇന്ത്യ 90 സീറ്റാണ്. അതിൽ നിന്ന് ഒരു 5 മുതൽ 10 വരെ സീറ്റ് കൂടുതൽ കിട്ടിയാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണങ്ങളാണ് കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്.